പോയി. തൽക്കാലം ബോറടി മാറ്റാൻ എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് ആലോചിക്കാം എന്തു ചെയ്യണമെന്ന്. കഴിക്കാൻ ദോശ, പുട്ട്, ഇഡ്ഡലി, അപ്പം സാറിനെന്താ വേണ്ടത്? എനിക്ക് കഴിക്കാൻ ദോശ മതി, പിന്നെ സാമ്പാറും ചമ്മന്തിയും. പിന്നെ ഒരു കാര്യം, ദോശ നന്നായി മൊരിഞ്ഞിരിക്കണം, ഡാൽഡ പാടില്ല, ഒറിജിനൽ പശു നെയ്യ് തന്നെ ഒഴിക്കണം, പിന്നെ നല്ല ചൂടുണ്ടാവണം. പിന്നെ സാമ്പാറിന്റെ കാര്യം, എനിക്ക് വഴുതനയും വെണ്ടയ്ക്കും ഇഷ്ടമല്ല, പകരം മുരിങ്ങക്കായും കാരറ്റും മതി. മുരിങ്ങക്കായ 3 സെന്റിമീറ്റർ നീളത്തിലുള്ള 3 മതി. ക്യാരറ്റ് 2 സെന്റിമീറ്റർ നീളേ പാടുള്ളൂ. പരിപ്പ് നന്നായി വെന്തിരിക്കണം, കായം കുറച്ച് മതി. പിന്നെ ചമ്മന്തി ആണെങ്കില് നല്ല ഇല തേങ്ങയുടേതാണ്. ഉപ്പ് പാകത്തിനേ പാടുള്ളൂ കേട്ടോ, എരിവ് കുറച്ചു കൂടിയാലും കുഴപ്പമില്ല. കഴിഞ്ഞോ? കഴിഞ്ഞു. ദോശ, സാമ്പാർ, ചമ്മന്തി. എടോ, ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും താൻ കേട്ടില്ലേ? അതുപോലെ ഒരു സ്പെഷ്യൽ ദോശയും ചമ്മന്തിയും വിളിച്ചു പറ. മോനെ, ഈ പറഞ്ഞ പോലുള്ള സാമ്പാർ ഉണ്ടാക്കാൻ 5 രൂപ അധികമാവും. അതെന്തിനാടോ 5 രൂപ അധികം? അതെ, ഈ 3 സെന്റിമീറ്റർ നീളമുള്ള മുരിങ്ങക്കായും 2 സെന്റിമീറ്റർ ഉള്ള ക്യാരറ്റും ഒക്കെ മുറിക്കണമെങ്കിൽ ഒരു സ്കെയിൽ കൂടി വാങ്ങേണ്ടി വരും. അതിനാ 5 രൂപ. സ്കെയില് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെയുള്ള സാമ്പാറും ദോശയും കൊണ്ടുപോവാ. സാറിന് എന്താ വേണ്ടത്? ബീഫ് ബിരിയാണി. ഓക്കെ സാർ. അല്ല, ഞമ്മക്ക് മുരിങ്ങാക്കായും സാമ്പാറും ഒന്നും ശരിയാവൂലെന്ന്. ഞമ്മക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടിച്ച് പറിച്ച് വലിച്ച് പറിച്ച് തിന്നണോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോ മിണ്ടാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? മിണ്ടാണ്ട് കുത്തിരിയടാ. ഇനി പറ മോൻ, എന്താ പറയാൻ വന്നേ? ഇക്കാന്റെ ബിരിയാണിയില് ഒരു ഈച്ചയുണ്ടെന്നാ പറയാൻ വന്നത്. അല്ലാ, എന്നിട്ട് ഇപ്പോഴാണ് പറയുന്നത്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഛർദിച്ചാലോ? അല്ലോ വേണ്ട, ഛർദിച്ചാൽ 50 ഉറുപ്പ്യ വെറുതെ പോവും. ഇക്ക ടെൻഷൻ അടിക്കണ്ട, ഒരു ഈച്ചയല്ലേ ഇക്ക തിന്നുള്ളൂ. ഒന്നുകൂടെ ഈ പ്ലേറ്റിലുണ്ട്. എവിടെ പോയി വെയിറ്റർ? ഓന്റെ മയ്യത്തുനിന്ന് നമ്മൾ എടുക്കൂ. ഈച്ചാൻ ഇട്ടിട്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്ക് എന്റെ ഇക്ക പ്ലേറ്റിൽ ഒരു പോത്ത് ചത്ത് കിടന്നേ ഇക്ക തിന്നു. അതിന്റെ അടുത്തൊരു ഈച്ച ചത്ത് കിടക്കുന്നത് എന്താ ഇത്ര കുഴപ്പം? പോത്തിന്റെ പുറത്ത് ഈച്ച ഉണ്ടാവില്ലേ?